ഡൽഹിയിൽ നിന്ന് നാട്ടിലേക്ക് നമുക്ക് ഒരു നൈറ്റും 2 ഡേയുമാണ് രാജധാനിക്ക്. രാജധാനി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫുഡൊക്കെ കിട്ടും. പ്രത്യേകിച്ച് ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഒന്ന് കയറി ബാഗ് വെച്ച് സെറ്റായി അപ്പോഴത്തേക്കും ഒരു ബോട്ടിൽ വെള്ളം കൊണ്ട് തന്നു കേട്ടോ. എല്ലാവർക്കും ഓരോ ബോട്ടിൽ വെള്ളം തന്നു. പിന്നെ നമ്മൾ രാവിലെ എഴുന്നേറ്റാണല്ലോ, 3 മണിയൊക്കെ ആയപ്പോൾ എഴുന്നേറ്റു. അത് കാരണം ഉറക്കം വന്നു തുടങ്ങി കേട്ടോ. അപ്പോൾ വിചാരിച്ചു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് കിടക്കാമെന്ന്. അപ്പോഴത്തേക്കും ബർത്തിലൊക്കെ ബെഡൊക്കെ റെഡിയാക്കുവാണ് സുരായും. അങ്ങനെ ബെഡൊക്കെ അവർക്ക് രണ്ടുമൊക്കെ റെഡിയാക്കി കൊടുത്തു. അങ്ങനെ 3 ബർത്തും ഉണ്ട്. പിന്നെ ഇപ്പുറത്തെ ഒരു സെൻറ്ററിലെ ബർത്തുമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ബെഡൊക്കെ റെഡിയാക്കി. അപ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റ് വന്നു. ബ്രേക്ക്ഫാസ്റ്റിൽ നമ്മൾ വെജാണ് ഓർഡർ ചെയ്തത്. ട്രാവലിൽ നമ്മൾ നോൺ വെജ് കഴിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ച് വെജാണ് ഓർഡർ ചെയ്തത്. ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്പുമാവ് ഉണ്ടായിരുന്നു, പിന്നെ ബ്രൗൺ ബ്രെഡ് 2 കഷ്ണം, ബട്ടറും പിന്നെ ജ്യൂസ് ഉണ്ട് കേട്ടോ. പിന്നെ ടീ പൗഡർ, മിൽക്ക് പൗഡർ, ഷുഗർ അതെല്ലാം ഉണ്ട്. പിന്നെ അവർ ചൂടുവെള്ളം കൊണ്ടു തരുവേ. ഉപ്പുമാവ് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ, നല്ല കുഴഞ്ഞിരിക്കുമായിരുന്നു. പിന്നെ ബീൻസും ക്യാരറ്റൊക്കെ ഇട്ട് നല്ല ടേസ്റ്റുള്ള ഉപ്പുമാവായിരുന്നു. നോൺ വെജുകാർക്കാണെങ്കിൽ ബ്രെഡും ബട്ടറും പിന്നെ ഉപ്പുമാവിന് പകരം ഓംപ്ലേറ്റ് ആയിരിക്കുവേ. അപ്പം നമ്മൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വിശന്നിട്ടാണോ എന്നറിയില്ല, എന്തായാലും നല്ല രുചി ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കഴിക്കുമായിരുന്നു. ശബരി കഴിച്ചു, സുരായും ഞാനൊക്കെ കഴിച്ചു. കുഞ്ഞാറ്റ കഴിക്കാൻ വരുന്നേ ഉള്ളൂ കേട്ടോ. കുഞ്ഞാറ്റ കഴിക്കുവാണ്. അങ്ങനെ ഇത്രയും നാൾ ശബരിക്ക് സീറ്റ് ഉണ്ടായില്ല കേട്ടോ. ഇപ്പോൾ ശബരിക്കും സീറ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ശബരിയും കുഞ്ഞാറ്റയും കിടന്നുറങ്ങി. ഞാൻ പിന്നെ കുറച്ച് നേരം ബുക്കൊക്കെ വായിച്ച്, ജ്യൂസ് കിട്ടിയായിരുന്നല്ലോ, അപ്പോൾ ആ ജ്യൂസൊക്കെ കുടിച്ച് അങ്ങനെ കുറച്ച് നേരം ഇരുന്നു. പിന്നെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ ഇരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉറങ്ങി കേട്ടോ. രാവിലെ എഴുന്നേറ്റതല്ലേ, അപ്പോൾ കുറച്ച് നേരം കൂടി കിടന്നുറങ്ങി. ഉറക്കമൊക്കെ കഴിഞ്ഞ് പിന്നെ എഴുന്നേറ്റ് കേട്ടോ. എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ശബരി പിന്നെ പടം വരയ്ക്കാനായിട്ടിരുന്നു. അങ്ങനെ പടമൊക്കെ വരച്ചു, കളറൊക്കെ അടിച്ചു. മിനിയനോ അങ്ങനെ എന്തോ ആണ് വരയ്ക്കുന്നത്. ശബരിയുടെ സ്കൂൾ ബാഗും പാക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അതിൽ നിറച്ച് ടോയ്സാണ്, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. കളറുകളും ബുക്കും പിന്നെ ടോയ്സും എല്ലാം കൊണ്ടുവന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്.